ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ രാവിലെ വന്ന സൂര്യൻ നല്ല രസമുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതോ. അപ്പോൾ ഇങ്ങനെ മൈൻഡിൽ കുറച്ച് തോട്ട്സ് വന്നു, അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് നമ്മൾ മനുഷ്യന്മാരൊരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ലുക്ക് അറ്റ് ദിസ് മാൻ, ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ്. മനുഷ്യന്മാരെങ്ങനെ ചിന്തിക്കണം വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു ആളുടെ നമ്മളിപ്പോൾ തടി കൂടി ഭക്ഷണം കുറേ കഴിച്ചിട്ട് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തടി കൂടിയതെന്ന് ചിന്തിക്കാതെ അതിനെന്തെങ്കിലും ക്വിക്ക് ഫിക്സ് ഉണ്ടോ എന്നുള്ളത്, എന്തോ ഫാറ്റ് ബേണറും അല്ലെങ്കിൽ കുറേ മരുന്നുകളൊക്കെ ഇറങ്ങിയാണ് ഇപ്പോൾ തടി കുറക്കാനുള്ളത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ചൂട് കൂടിയിട്ട് മരങ്ങൾ വെട്ടിയിട്ടൊക്കെയാണ് ചൂട് കൂട്ടുന്നത്. ചുറ്റുള്ള മരമൊക്കെ വെട്ടിക്കാണ്ട് അത് വിൽക്കുക പൈസക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ചൂട് കൂടിയിട്ടാണ്, അങ്ങനെയാണ് ചൂട് കൂടുന്നത്. എന്നിട്ട് ആ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് AC വെക്കും. അതുപോലെ മൂക്ക് കൂടെ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ പകരം വായു കൂടെ ബ്രീത്ത് ചെയ്ത് കണ്ട് വായൻ്റെ ഇൻക്ലൂഡിങ് മീ സ്പേസ് കുറഞ്ഞിട്ട് നമ്മളെ പല്ല് പൊന്തും. അപ്പോൾ അതുകൊണ്ടാണ് പല്ല് പൊന്തുന്നതെന്ന് മനസ്സിലാക്കാതെ അതിന് 4 പല്ലെണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യും, ക്ലിപ്പിടും. എല്ലാവരും ഒരു ക്വിക്ക് ഫിക്സാണ് നോക്കുന്നത്. അവിടെ ഒരു പശുണ്ട്, അവിടെ ഒരു പശുണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. കുറച്ച് അപ്പുറത്ത് ഒരു തോടുണ്ട്, അത് ഇപ്പോൾ വറ്റി കിടക്കാണ്. ശരിക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എന്തൊക്കെയാണ് പാമ്പേഴ്സ്, അതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ കയറും. നമ്മുടെ നാട്ടിൽ ശരിക്കും എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞില്ല. അതായത് നമ്മുടെ ഒരു സറൗണ്ടിങ്സിന് നമുക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മൾ ഇരിക്കണ കൊമ്പ് തന്നെയാണ് വെട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും പൈസ, ബിസിനസ്, ക്വിക്ക് ഫിക്സുകൾ, അവനാൻ്റെ കാര്യം നടന്നാൽ മതി. വലിയ മരങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പകരം ഞാനും ഇല്ല കേട്ടോ, ഞാനും കുഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇനിയും കൂട്ടിയാണ് പറയണത്. വലിയ മരങ്ങൾ കുഴിച്ചിട്ടുണ്ടതിൻ്റെ പകരം പെട്ടെന്ന് പഴങ്ങൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ കുഴിച്ചിടും. ഇപ്പോൾ ഒക്കെ പെട്ടെന്ന് വേണം, ഒക്കെ നമുക്ക് മാത്രം മതി, അടുത്ത ജനറേഷനൊന്നും വേണ്ട. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല ഈ ഭൂമിയിൽ. എത്ര കാലം ഈ പാടങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ അടിയിൽ തന്നെയുള്ള സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് ഈ സ്ഥലം കാണാൻ, ഇടയ്ക്ക് ഒരു സമാധാനം കിട്ടാനൊക്കെ. നമ്മളിഷ്ടംപോലെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഈ ആൾക്കാർ നമ്മൾ പ്രകൃതി തരുന്ന ഓരോ സംഭവത്തിനും ഓരോതായിട്ടുള്ളൊരു വേർഷൻ കണ്ടുപിടിക്കും. തണുപ്പിൻ്റെ പകരം AC, അങ്ങനെ ഓരോന്ന്. പ്രകൃതി നമുക്കായിട്ട് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ തന്നിങ്ങനെ, ഫ്രൂട്ട്സും അതേപോലെ തേനൊക്കെ. അതിൻ്റെ പകരം നമ്മൾ ചോക്ലേറ്റും അങ്ങനത്തെ കെമിക്കൽ ഫുഡുകൾ കണ്ടുപിടിച്ചും ഒക്കെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേ കണ്ടുപിടിക്കും. സോഷ്യൽ മീഡിയ, സോഷ്യൽ കണക്ഷൻസിന് പകരം, കമ്മ്യൂണിറ്റീസിന് പകരം വീഡിയോ ഗെയിമുകളും സോഷ്യൽ മീഡിയ നല്ലതിന് ഉപയോഗിക്കാം, അതേപോലെ ഉപയോഗിക്കാം, അത് വേറെ കാര്യം.